ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. നമുക്കൊപ്പം നമ്മുടെ സ്വന്തം സുനിൽ സാറും ഉണ്ട്, നിങ്ങളുടെ CSK. മക്കളെടാ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കീം എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ കാര്യമായി നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സജഷൻസ് പ്രകാരം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ജനറൽ ടോപ്പിക്കുകളും ഈവൻ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനും ഇനി അങ്ങോട്ട് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത്രയും ദിവസം നമുക്ക് ഒരുമിച്ച് പോകണം. അപ്പൊ കഴിഞ്ഞ ദിവസം സാറേ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ ഇവര് കോമൺ ആയിട്ട് കമന്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഈ അവസാന നിമിഷം ഇനി അതെ, എല്ലാ മക്കൾക്കും അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതാണ്, അതിന് ഫോക്കസ് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഏത് ഭാഗത്തുനിന്നാണ്, അതെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ ഇനിയും ഞാൻ സർ മിനിമം ഇതെങ്കിലും പഠിക്കണം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും നമ്മൾ ഇത് എന്തായാലും ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫിസിക്സിന്റെ ടോപ്പിക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കണ്ടതാണ്. മക്കളെ, കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കുറഞ്ഞു, വളരെ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടി, അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനും സാറും സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സാറ് ഏതാണ്ട് സാർ 25 വർഷം സാറിന് 26 വയസ്സേ ഉള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയാണ് സാറ് പറയുന്നത്. പക്ഷെ സാറ് 25 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സാറേ, നമുക്ക് ഓരോ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു അനാലിസിസ് നടത്താം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്, ഇത് മാത്രം വരും, ഇത് മാത്രം ചോദിക്കുന്നതല്ല. എന്നാൽ ഇതിന് വെയിറ്റേജ് ഉണ്ട്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കഴിഞ്ഞ ദിവസം കുറെ പേര് നമ്മളെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞ കാര്യം, സാർ ഞാൻ കീമിന്റെ എക്സാം എഴുതുന്നുണ്ട്, മോക്ക് സീരീസ് എഴുതുന്നുണ്ട്, പക്ഷെ എനിക്ക് 300+ ഒക്കെ ഉള്ളൂ. ഈ 300 ബൂസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ 450, 500 എത്തിക്കാം, അതിന് നിങ്ങൾക്ക് ഏത് മിനിമം നോക്കണം. ഉറപ്പായിട്ടും ഈ വീഡിയോ സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇത് ഗുണകരം തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ സാറേ? നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഓരോന്നും വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഓർഡറിൽ പോകുന്നത് കേട്ടോ. വെയിറ്റേജ് അനുസരിച്ച് സാധാരണ നമ്മള് ഇപ്പൊ ഞാൻ ഫിസിക്സിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തത് +1, +2 ചാപ്റ്ററിന്റെ ഓർഡറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ സാറപ്പ എന്നോട് ഒരു വെറൈറ്റി ആയിട്ട് പറഞ്ഞു, അതെനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നി. ഇത് ഫിസിക്സിൽ ഞാൻ അറിഞ്ഞിരുന്ന ഞാൻ ഫിസിക്സിൽ എഴുതാനെ. സാറ് ചെയ്ത് എന്താന്ന് വെച്ചാല് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി, ഏറ്റവും വെയിറ്റേജ് കുറച്ചുള്ള ചാപ്റ്ററുകളിൽ ഒന്ന് +1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, അല്ലെ? മോളിക്കുലർ സ്ട്രക്ചർ. ഇനി ഇതിൽ ഏത് ടോപ്പിക്കിനായിരിക്കണം? ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക് ഒന്ന് ഹൈബ്രിഡൈസേഷൻ, 2 ബോണ്ട് ഓർഡറിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും. അതിൽ മാഗ്നറ്റിക് ബിഹേവിയർ, അത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, പിന്നെ അതിന്റെ സ്റ്റെബിലിറ്റി, പിന്നെ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? SP ലീനിയർ ആണ്, SP2 പ്ലാനാർ ആണ്, SP3 ടെട്രാഹൈഡ്രൽ ആണ്, SP3D ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്, SP3D2 ഒക്ടാഹൈഡ്രൽ ആണ്. അങ്ങനെയുള്ള അതിന്റെ സ്ട്രക്ചേഴ്സും ഷേപ്സും ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റത്തിൽ എത്രയുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ ഓൾ ടു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ്, മോളിക്കുലർ ഓർബിറ്റൽ, അതൊന്നും പഠിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയില്ല. ഇതിൽ 2 എണ്ണം പാരാമാഗ്നറ്റിക് ആണ്. 16 ഇലക്ട്രോൺസ് ഉള്ളൂ, 10 ഇലക്ട്രോൺസ് ഉള്ളൂ, പാരാമാഗ്നറ്റിക് ആണ്. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളൂ, എല്ലാം എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, സാധാരണ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ മിണ്ടാതിരിക്കില്ല. പക്ഷെ സാർ ഇത് പറയുന്ന ഞാൻ കേട്ടോണ്ട് നിന്ന് എന്താ ഞാനിപ്പോ ആലോചിച്ചെന്തെന്നറിയോ? പണ്ട് ഞാൻ എൻട്രൻസ് എഴുതാൻ നേരത്ത് ഇതുപോലെ പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ മിനിമം അതെങ്കിലും. കാര്യം കെമിസ്ട്രി എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു, എനിക്ക് മാത്സ് ആൻഡ് ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. അല്ല, ഇത് ആസ്വദിച്ച് പഠിച്ച് തിയറി നല്ല ബേസിന് വളരെ സിമ്പിൾ ആണ്. കെമിസ്ട്രി വളരെ എളുപ്പമാണ്. സാറ് പറഞ്ഞ പോലെ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ, പിന്നെ ഞാൻ ഒരു അനാലിസിസ് കൂടെ നടത്തിയത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതാണ്, എങ്കിലും എടുത്തു പറയുന്നു. 5 ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരാം. 4 to 5 ക്വസ്റ്റ്യൻസ് 2024 ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കെമിസ്ട്രി ആകെ ചോദിക്കുന്ന 30 ക്വസ്റ്റ്യൻ, അതിൽ 4 തൊട്ട് 5 വരെ ഈ ചാപ്റ്റർ. അത് ഏറ്റവും സിമ്പിൾ ആണ്. ശരിക്കും ബേസ് ചെയ്ത് പഠിച്ച് എന്ത് മനോഹരമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഏതാണ് പോളാർ, നോൺ പോളാർ, മോളിക്യൂൾ, സിമ്പിൾ അല്ലേ? പഠിച്ചിരിക്കുന്നത് ഉറപ്പായിട്ട്. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല, നമുക്ക് കുറച്ച് പെട്ടെന്ന് വരാം. എനിക്ക് തോന്നുന്നു സാറേ, പിന്നെ അടുത്ത വെയിറ്റേജ് കൊടുക്കുന്ന ഇക്വിലിബ്രിയം ആണ്. ആ ചാപ്റ്റർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ
രണ്ടാമത്തെ വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്റർ. എനിക്ക് തോന്നുന്നു ഈ KP ആൻഡ് KC അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇക്ലിബ്രിയം നിങ്ങൾ കണ്ടിട്ട് വലിയൊരു ചാപ്റ്റർ ആണല്ലേ, നിങ്ങൾ തന്നെ പേടിയോ ആ ഇക്ലിബ്രിയം ചാപ്റ്റർ എടുത്ത് പഠിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം അയോണിക് ഇക്ലിബ്രിയം അത്ര ലെങ്തി ആണ്. pH ന്റെ കാൽക്കുലേഷൻസ്, നമ്മുടെ KSP കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ഏതാണ് ബേസിക് ആവോ ഏതാണ് അസിഡിക് ആവോ കുറച്ച് ന്യൂമറിക്, ആ ഭാഗത്ത് നിന്ന് അധികം ചോദ്യങ്ങൾ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് അയോണിക് ഇക്ലിബ്രിയം പാർട്ട് വിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട് ലീസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രിൻസിപ്പിൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഏതാണ് ആസിഡ് ഏതാണ് ബേസ് കോൺസെപ്റ്റ്, KP ആൻഡ് KC ഉറപ്പായിട്ടും വരും കേട്ടോ. KP എന്താണ് KC എന്താണ് ആ തമ്മിലുള്ള റിലേഷൻ. അത് സാറേ ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ എനിക്കും നമ്മള് നോക്കിയ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞാനത് ഇതിൽ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ 3 ടോപ്പിക്കിന് പ്രയോറിറ്റി. ഈ ടോപ്പിക് ഇത് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കെമിസ്ട്രിയെ പറ്റി അറിയാത്ത ഞാനാണ് നിങ്ങളോട് ഇത് പറയുന്നത്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടു. അതായത് ഈ ആദ്യത്തെ 3 ടോപ്പിക്കിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ്. ഇത് ജസ്റ്റ് ഒന്ന് ആ പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കി. തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ മക്കളെ ഈ എക്സാമ്പിൾസ് അല്ലേ സാറേ, എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താ, ഈ എക്സാമ്പിൾസ് പഠിച്ചാൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വളരെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, സാർ എന്നോട് സ്പെസിഫിക്കലി പറഞ്ഞു ഞാൻ വിട്ടാലും RRP പറയണേന്ന്. ഈ റിലേഷൻ ഡെൽറ്റ H ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT ആണോ, ഡെൽറ്റ NRT ആണ്. ഡെൽറ്റ NRT നിങ്ങൾ നമുക്ക് തെറ്റിയതാണ്. അല്ല, തെറ്റിൽ നിന്ന് ഞങ്ങൾ ശരി പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ തള്ളാം നമുക്ക്. യെസ് മക്കളെടാ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഈ ഇക്വേഷൻ എൻതാൽപ്പി എൻട്രോപ്പി നമ്മളുള്ള ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് ഡെൽറ്റ H ഡെൽറ്റ U കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളത്. ഡെൽറ്റ എന്ന് അറിയാലോ, പ്രൊഡക്ട്സ് മൈനസ് റിയാക്ടൻസ് ആണ്. ഗേഷ്യസ് സ്റ്റേറ്റ് കേട്ടോ, സോളിഡ് ലിക്വിഡ് എടുക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ ഞങ്ങൾ ഇത് ഇത്തിരി ഫാസ്റ്റ് ആക്കി വിടുക, വീഡിയോയുടെ ലെന്ത് കൂട്ടണ്ട. അതുപോലെ ഇത് അവസാനം ഡെൽറ്റ G ഇതൊന്നും എൻട്രോപ്പി വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് എൻട്രോപ്പി കുറവാണ്. ഏറ്റവും കൂടുതൽ ഗേഷ്യസ് സ്റ്റേറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, വളരെ ഫ്രീ ആണ്, ഫ്രീ പോയപ്പോൾ അതിന് വളരെ കൂടുതലാണ്. അതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുക. ഡെൽറ്റ G നെഗറ്റീവ് എനിക്ക് NCERT പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടണ്ടാവും. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. സം ബേസിക് കോൺസെപ്റ്റ്. കുട്ടികൾ പലപ്പോഴും പേടിക്കുന്നതാണ് ഇക്വേഷൻസ് ചെയ്ത അതിന്റെ ബാലൻസ് ചെയ്തിട്ട് അതിന്റെ എന്താ ലിമിറ്റിംഗ് റിയാക്ടന്റ് കണ്ടുപിടിക്കുക. ചോദ്യം വരാം 1, 2 ക്വസ്റ്റ്യൻ വരെയാണ്. ഞാൻ 2 ക്വസ്റ്റ്യൻ വരെ ശ്രമിച്ചു നോക്കുക. കെമിക്കൽ ഇക്വേഷൻസ് ഒന്ന് എഴുതി കണ്ടുപിടിക്കാനായിട്ട് നല്ല മക്കളൊക്കെ ആണെങ്കിൽ നല്ല പഠിക്കുന്ന വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്ര ചോദ്യം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എടുത്തു പറഞ്ഞോട്ടെ. ഇപ്പം സാറ് പറഞ്ഞു ഇതിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ വരെ വരാവുന്നു. അപ്പൊ ഇത് നിങ്ങൾ ഇനി ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ഇതിന്റെ തിയറി ഇരുന്ന് പഠിക്കലല്ല. ഇല്ല, തിയറി പഠിക്കാനില്ല. അതെന്തായാലും ഇനി നടക്കത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിനാണ് ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ സീരീസ് ചെയ്യുന്നത്. അത് പ്രോബ്ലംസ് ആയിട്ട് തന്നെ വരുള്ളൂ, വേറെ ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാറില്ല. അപ്പൊ അതൊന്ന് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. അടുത്ത സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ സാറേ, സ്ട്രക്ചർ ഓഫ് ആറ്റ് ഇത് നമ്മൾ ഫിസിക്സുകാരും പഠിക്കുന്നതാണല്ലോ. അതിന്റെ എനർജിയും അതിന്റെ റേഡിയസും ഈ കോണൻ നമ്പേഴ്സ് പ്രത്യേകത കൊടുക്കുക കേട്ടോ. എന്റെ പ്രിൻസിപ്പിൾ എസിമുത്താൽ 90 കോണൻ നമ്പറും അതിന്റെ സൈസും ഷേപ്പും ഇതിനെ കുറിച്ച് ഇലക്ട്രോണിക് കോഡിഫിക്കേഷൻ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു 1 ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ടാൽ ചെയ്തു പോകണം. മക്കളെ എടാ, ഞങ്ങള് കുറച്ച് ഞാൻ ഫാസ്റ്റ് ആക്കി വിടുന്നത് വീഡിയോക്ക് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് പോസ് ചെയ്ത് നോക്കി സ്ക്രീൻഷോട്ട് എടുക്കോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഞങ്ങളെ ഒഴിവാക്കി ക്രോപ്പ് ചെയ്തോ. യെസ്, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഹൈഡ്രോകാർബൺസ് ആൽക്കീൻസും ആൽക്കൈൻസും ബെൻസീനും അതിന്റെ പ്രിപ്പറേറ്റ് പ്രോപ്പർട്ടീസ് വളരെ ലെങ്തി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയത് ഇതെങ്കിലും പഠിക്കുക അല്ലെ സാറേ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് മിക്കവാറും ചോദിക്കുന്നതാണ് നമ്പർ ഓഫ് മോണോക്ലോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ്. ഒരു ആൽക്കീൻ തന്നിട്ട് അതിൽ എത്ര മോണോക്ലോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് വരും എന്നുള്ളത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആരോമറ്റൈസേഷൻ റിയാക്ഷൻ. പിന്നെ വരുന്ന ആൽക്കീൻസിന്റെ ഓസോണോളിസിസ് ഡബിൾ ബോണ്ട് ബ്രേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ബോണ്ട് ബ്രേക്ക് അപ്പുറത്ത് ഓക്സിജൻ എഴുതി കഴിഞ്ഞാൽ കിട്ടി. നിങ്ങൾ ഒരു കാര്യം, നമ്മുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ആൽക്കൈൻസും ബെൻസീനും കഴിഞ്ഞിട്ട് ഇതൊക്കെ ബെൻസീന്റെ റിയാക്ഷൻസിൽ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലോറിന് കൊടുക്കുക കേട്ടോ. ക്ലോറിൻ പറഞ്ഞിട്ടുണ്ടോ, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡും ഹെക്സാ ക്ലോറോ ബെൻസീനും വരുന്നുണ്ട്. ഒന്ന് ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ, പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഒന്ന് പഠിക്കുക, എല്ലാം അറിയാവുന്നതാണ് നിങ്ങൾക്കെല്ലാം. ഇനി അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി +1 അല്ലേ സാറേ? പ്ലസ് മക്കളെ ഇതിന്റെ ക്ലാസ് നമ്മൾ വീഡിയോ ഇതിന്റെ ഇട്ടിട്ടുള്ളത്. ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടികൾ മിനിമം ഇത് മാത്രമെങ്കിലും പഠിച്ചാൽ മതി,
+1 ഓർഗാനിക് കെമിസ്ട്രി ഈസി ആക്കാനും പറ്റും. അതോടൊപ്പം സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു, +2 കാര്യങ്ങളുടെ ബേസ് ആണ് എല്ലാം ഉറപ്പായിട്ട്. +2 ആൽക്കോഹോൾ, ഫിനോൾസ്, ആൽക്കലൈൻസ്, നെറൈൽ ഹാലൈഡ്സ്, അമീൻസ്, ആൽഡിഹൈഡ്സ്, 5 ചാപ്റ്റർ ഉണ്ട്. അമീൻസ് വളരെ സുഖമായിട്ട് ഇത് ബേസ് അറിയാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പഠിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാർ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, അത് പോയി കാണാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോസിന്റെ ലിങ്കുകൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ അത് കാണാം. അതിന് ബേസ് ചെയ്തിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. പിന്നെ ഐസോമേഴ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്, ചെയിൻ ഐസോമേഴ്സ് ചോദിക്കാറുണ്ട്, ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എന്നാ അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ സാറേ? ഇനി ക്ലാസ് 12 ആണ്. ക്ലാസ് 12 ഇതില് D&F ബ്ലോക്ക്. ആക്ച്വലി ഇത് എനിക്ക് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഞങ്ങൾ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് S ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ P ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്ലോക്കിൽ എന്താ ചെയ്യുന്നത്? എസും പി എടുത്ത് കളഞ്ഞു. പി ബ്ലോക്ക് കുട്ടികൾക്ക് NCERT ടെക്സ്റ്റ് പഠിക്കും. ഇനോർഗാനിക് കെമിസ്ട്രി, അപ്പൊ ഈ ഇനോർഗാനിക്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ D&F ആണ്. അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെ ചോദിക്കാൻ വേറെ ചാപ്റ്ററുകളൂടെ ഉണ്ടായിരുന്നു ഇനോർഗാനിക്കിൽ നിന്ന് ചോദിക്കാൻ. മക്കളെ എന്തായാലും മനസ്സിലാക്കിക്കോ, കെമിസ്ട്രിക്ക് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഓർഗാനിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വേണം, ഇനോർഗാനിക്കിൽ നിന്ന് വേണം, ഫിസിക്കലിൽ നിന്നും വേണം. അപ്പൊ ഇനോർഗാനിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഇപ്പൊ സാധ്യതയുള്ള ഏക ചാപ്റ്റർ ഏതാ? ഇനോർഗാനിക് എന്ന് മാത്രമല്ല, ഈ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത് സുഖമായിട്ട് ആ പ്രോപ്പർട്ടീസ് ഉണ്ട്, 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ. പ്രധാനമായിട്ടും ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാഗ്നെറ്റിക് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഏതൊരു വിദ്യാർത്ഥി അറിയുന്നതാണ് കേട്ടോ. സ്കാൻഡിയം ടു സിങ്ക് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ. അപ്പൊ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ആ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ട് റിലേറ്റഡ് ആണ് D&F ബ്ലോക്ക്. 4 to 5 ക്വസ്റ്റ്യൻസ്, 4 തൊട്ട് 5 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ? സിമ്പിൾ ആയിരുന്നു. 4 ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. 4 ക്വസ്റ്റ്യൻ 16 മാർക്ക് അല്ലേ? 4 ക്വസ്റ്റ്യൻ 16 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ട്രിവാൻഡ്രം CET അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ അത് പറയാലോ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഉറപ്പായിട്ടും. എന്നിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ, നമ്മുടെ ക്ലാസ് കണ്ടാൽ നിങ്ങൾ സെറ്റ് ആയെന്ന്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പൊട്ടാസ്യം, 2 കോമ്പൗണ്ട്സ് ഇവിടെ ഇരിക്കും, MnO4, പൊട്ടാസ്യം ഡൈക്ലോറൈഡ്, MnO4. ഇതിന്റെ സ്ട്രക്ചറുകളും നോക്കുക, ലാന്ത്രൈഡ് കോൺട്രാക്ട്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്ത്രൈഡ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്ലാസ് ഇട്ടല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സാർ ഒരു ടോപ്പ് പ്രയോറിറ്റി പറഞ്ഞു. ടോപ്പ് പ്രയോറിറ്റി ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും ടോപ്പ് പിന്നെ ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ ഹൈബ്രിഡൈസേഷൻ കുട്ടി മറ്റേതിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മുന്നേ പറഞ്ഞ ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം വേറെ തന്നെയാണ്. വളരെ സുഖമായിട്ട് ലൂയിസ് കോൺസെപ്റ്റ് 2 തവണ നോബൽ പ്രൈസ് നേടിയ സയന്റിസ്റ്റ്, ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതൊന്ന് പഠിച്ച സ്പെക്ട്രോകെമിസ്ട്രി, ഇത് മാത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3 ക്വസ്റ്റ്യൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങി. 3 ക്വസ്റ്റ്യൻ. പിന്നെ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് 12 മാർക്ക്. 12 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ ആദ്യത്തെ ഒരു 5000 റാങ്കിൽ വരുന്ന പോലെ അല്ല 1000ലേക്ക് വരുന്നത്. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ റാങ്ക് ഡിസൈഡർ ആണ്. വളരെ അതുകൊണ്ട് നമ്മൾ അത്രയും പ്രയോറിറ്റി കൊടുത്ത് മിനിമം ഇനിയും നിങ്ങൾ ഇതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചാപ്റ്റർ സൊല്യൂഷൻസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, മൊളാരിറ്റി ഒക്കെ നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചു. KH വാല്യൂന്റെ ഇമ്പോർട്ടൻസ് കൂടെ. KH വാല്യൂ കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു സോളിബിലിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു സാറേ വൺ ഓഫ് ദ സിമ്പിൾ ചാപ്റ്റർ കുട്ടികൾക്ക് വളരെ മനോഹരം, കെമിസ്ട്രിയിൽ പെട്ടെന്ന് പഠിക്കാൻ ഒരു ചാപ്റ്റർ. പിന്നെ മാത്തമാറ്റിക്സ് ഒരു സ്കിൽ ഉണ്ടാവും അല്ലെ, പ്രോബ്ലം ചോദിക്കാനുള്ള. അതായത് ഇപ്പൊ പോയിന്റ് വാല്യൂസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ള ഒരു അറിവുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരിക്കലും ഇത് നിങ്ങൾ തെറ്റിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ എൻട്രൻസ് എഴുതുന്ന എല്ലാവരും ഇത് ശരിയാക്കും അല്ലെ? കാരണം ഞാൻ +2 ഇത് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി ഇഷ്ടമല്ലാത്ത ഞാൻ ചെയ്തു. അതേപോലെ എനിക്ക് തോന്നുന്നു അടുത്ത ചാപ്റ്റർ അതേ അവസ്ഥയൊക്കെ തന്നെ. ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചോദിക്കും. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാ, ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ടോപ്പിക്കുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോമോളിക്യൂൾസ് എന്നാണ്. വിട്ട് കളയരുത് കേട്ടോ. ബയോമോളിക്യൂൾസ് 3 ക്വസ്റ്റ്യൻസ് എങ്കിലും വരും സാറേ കുട്ടികൾക്ക്. അതുകൊണ്ട് നോക്കുക, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, മറ്റേ സെല്ലുലോസിൽ ഏതൊക്കെയാണ് ഉള്ളത്, റെഡ്യൂസിങ് ഷുഗർ, എല്ലാം റെഡ്യൂസിങ് ഷുഗർ, മോണോസാക്കറൈഡ്സ്, ആകെ നോൺ റെഡ്യൂസിങ് ഷുഗർ, സൂക്രോസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി സ്ട്രക്ചേഴ്സ്. പിന്നെ നമ്മുടെ ഇതില് അടുത്തതിൽ എഴുതിയില്ല തോന്നുന്നു അല്ലെ,
ഇല്ല, അടുത്ത എമിനോ ആസിഡ്സിനൊന്ന് കൊടുക്കുക. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. പലപ്പോഴും വൈറ്റമിൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഫാറ്റ് സോളിബിളും വാട്ടർ സോളിബിളും അല്ലെ. ബി കോംപ്ലക്സ് നമ്മൾ കഴിക്കുന്ന എല്ലാം വാട്ടർ സോളിബിൾ ആണ്, ഫാറ്റ് സോളിബിൾ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി ഒന്നും നിങ്ങൾ ജസ്റ്റ് ബേസിക് മാത്രം നോക്കിയാൽ മതി. വലിയ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ഇനി അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തും. ഞാൻ വീണ്ടും ഇനി ഓരോരുത്തർ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യും, വിളിച്ചു. എനിക്ക് എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഇനി 6 ദിവസമുണ്ട്, ഞാൻ പഠിച്ചു തുടങ്ങിയ കിട്ടൂ. എനിക്ക് ഇടിക്കാൻ തോന്നി. ഇനി 6 ദിവസം കൊണ്ട് പഠിച്ചു തുടങ്ങിയാ പോരാ, നേരത്തെ ഓൾറെഡി കുറച്ചൊക്കെ പഠിച്ച് ഫൈനൽ പ്രിപ്പറേഷൻ ഇരിക്കുന്ന എനിക്ക് ഇനി ഇതെങ്കിലും പഠിച്ചേ പറ്റൂ, ഗെയിം പിടിച്ചടക്കിയേ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവര് ഉറപ്പായി ഇത് പഠിച്ചിട്ട് പോകും. യെസ്. പിന്നെ ഇലക്ട്രോകെമിസ്ട്രി E0 സെല്ലും E സെല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ് എല്ലാം, പോളാർ കണ്ടക്ടിവിറ്റി, ഡൈല്യൂഷൻ വരുമ്പോൾ ഗ്രാഫൊക്കെ കോൾറോഷസ് ലോ, ഇതിൽ ചോദ്യം വരുന്നുണ്ട്. കോൾറോഷസ് ലോ, ഫാരഡേസ് ലോ, പോളാർ കണ്ടക്ടിവിറ്റി. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത്. അപ്പൊ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഇപ്പം കെമിസ്ട്രി ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് ആധികാരികത പറയാൻ എനിക്കറിയില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഏത് ടോപ്പിക്കാ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക. ഓർഗാനിക് കെമിസ്ട്രി +2 ആണ് അല്ലെ? ഓർഗാനിക് കെമിസ്ട്രി +2 5 ചാപ്റ്റർ ഉണ്ട്. ഹാലോറിൻസ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, അമീൻസ്, ഈ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ രണ്ട് ചാപ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത് ഓർഗാനിക് കെമിസ്ട്രി. അത് ഹാലോ ആൽക്കൈൻസിൽ പ്രധാനമായിട്ട് SN1 SN2 റിയാക്ഷൻസ്, എലിമിനേഷൻ റിയാക്ഷൻസ്. SN1 SN2 റിയാക്ഷൻ ഇത് നമ്മൾ കണ്ടിരുന്നു ക്വസ്റ്റ്യൻ. അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ? 5 ചാപ്റ്റർ ഉള്ളതിൽ സാറ് ഈ 2 ചാപ്റ്റർ ആണ് ഇതൊന്ന് പഠിക്കുക. എന്തെങ്കിലും ഇത്രയും നെയിം റിയാക്ഷൻസ് ഉണ്ട്, അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ ഹാലോആൽക്കീൻസ്, പിന്നെ അമീൻസിലെ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും പഠിക്കണം കേട്ടോ മക്കളെ. അപ്പം നമുക്ക് കെമിസ്ട്രിയുടെ ഇനിയുണ്ടോ സാർ ഒരു ചാപ്റ്റർ? ഇവിടെ പറഞ്ഞു ഇത് പറയാൻ കാരണം, പിന്നെ ഈ ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്ന മിക്കവാറും ഓക്സിഡേഷൻ റിയാക്ഷൻസും റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. അത് ഏതൊക്കെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും റിഡ്യൂസ് ചെയ്യും, സോഡിയം ബോറോഹൈഡ്രേറ്റ്, ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, എസ്റ്റർ റിഡ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യും, അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ PCC മൈൽഡ് ഓക്സിഡൈസിംഗ് ആണ് മറ്റേതോ, അതിന് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതിന്റെ ബേസ് ആ ഓക്സിഡേഷൻ റിയാക്ഷൻസ്, അങ്ങനത്തെ റിയാക്ഷൻസ്, ടോളറൻസ് റിയാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ ചാപ്റ്ററിന്റെ വൈഡ് ഡീറ്റെയിൽസ് ആയിട്ട് പോയിട്ട് എല്ലാ നെയിം റിയാക്ഷൻസ് പഠിക്കണം എന്നില്ല. മക്കളെ ഒരു കാര്യം എടുത്തു പറയുന്നു, നിങ്ങൾ ഏറ്റവും മിനിമം എക്സാം ഹാളില് നിങ്ങൾ കീം എക്സാം ഹാളിൽ എത്തുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. വളരെ കുറച്ച് സമയമുള്ളൂ, മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും ഈ വീഡിയോ ഇത് കണ്ടതിന് ശേഷം ഒന്നുകൂടെ കാണാൻ പാടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ PDF വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സാർ അപ്പൊ എക്സാം എഴുതാൻ പോകുന്ന ഇവരോട് എന്താ സാറിന് ഫൈനലായിട്ട് പറയാനുള്ളത്? ഓൾ ദ ബെസ്റ്റ്, പകർക്കണം നമുക്ക്. അപ്പൊ അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻസോടെ പോസിറ്റീവ് ആയിട്ട് പോവുക. നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യൻസ്, നമ്മൾ വിശ്വസിക്കുന്ന ഈ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന ചിന്തയോടെ എക്സാം ഹാളിലോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.